ഹലോ ഗായ്സ്, ഇലക്ട്രോണിക് മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം എടുക്കാതിരുന്നതുകൊണ്ട് കംപ്ലൈൻ്റ് ആയിപ്പോയ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ കേസിൽ ഇതൊരു സെബ്രോണിക്സ് BE390 എന്ന് പറയുന്ന ഒരു മോഡൽ ഹെഡ്സെറ്റാണ്, വയർലെസ് ഹെഡ്സെറ്റാണിത്. ഏകദേശം 495 രൂപയോളം വില വരുന്നൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇത് 2 വർഷം മുമ്പ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. 2 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തു. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ ഇയർ പീസ് ഡാമേജ് ആയിപ്പോയി. അത് വയറിൽ നിന്ന് ആ സോൾഡറിങ് വിട്ടുപോയിട്ട് അത് ഊരിപ്പോരുമായിരുന്നു. അപ്പോൾ കോൾ ക്വാളിറ്റിയും എല്ലാം നല്ല ഒരു ഹെഡ്സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് 2 വർഷത്തോളം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു ചെറിയ പ്രോബ്ലം പോലെ തന്നെ ഞാനത് കണ്ടുള്ളൂ. അപ്പോൾ അന്നേരം എനിക്കത് ജസ്റ്റ് സോൾഡർ ചെയ്യാനേ പറ്റുള്ളൂ. സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തപ്പോൾ ഓണായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പിന്നീട് ആട്ടേന്ന് വെച്ച് മാറ്റി വെച്ചു. പിന്നെ അങ്ങനെ ഒരു 6 മാസത്തോളമായി. എന്നിട്ട് ഇന്ന് ഞാനിപ്പോൾ ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഓണാക്കിയപ്പം ഓണാവുന്നില്ല. അപ്പോൾ ഡ്രൈവർ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, ഡ്രൈവർ ഓക്കെയാണ്, മീൻസ് നമ്മുടെ ഹെഡ്സെറ്റ് സൈഡ് ഓക്കെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഓണാക്കാൻ നോക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ഇതിനകത്തൊരു LED ഇൻഡിക്കേറ്റർ ഉള്ളതാണ്. ഒരു റെഡും ബ്ലൂ ഇങ്ങനെ മാറി മാറി ബ്ലിങ്ക് ചെയ്യും ഓൺ ആവുന്നുണ്ടെങ്കിൽ. പക്ഷേ യാതൊരു രക്ഷയില്ല, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പം പ്രസ് ചെയ്തുകൊണ്ടിരുന്നാലൊന്നും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് ചെറിയൊരു റിപ്പയറിൽ മാത്രം തീരും തോന്നുന്നില്ല. നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. സാധാരണ ഇതിൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കേണ്ടതാണ്. പക്ഷേ ഇപ്രാവശ്യം അതുമില്ല. 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇത്, പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് ഒന്നുകിൽ ബോർഡ് കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ബാറ്ററി. ഇത് തന്നെ ബാറ്ററിയാണ് കൂടുതൽ ചാൻസ് വരുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് വളരെ കപ്പാസിറ്റി കുറഞ്ഞ ചെറിയ നോർമൽ ചൈനീസ് ബാറ്ററികളായിരിക്കും, ലിഥിയം അയോൺ ബാറ്ററീസ് ആയിരിക്കും ചെറിയ കപ്പാസിറ്റി ഉള്ളത്. അതുമാത്രമല്ല അതിന് വലിയ ക്വാളിറ്റി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പം സെൽഫ് ഡിസ്ചാർജ് റേറ്റ് അതുകൊണ്ട് കൂടുതലായിരിക്കും. അതായത് സ്വയം ചാർജ് ചെയ്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വയം അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കാലം കൊണ്ട് തന്നെ തനിയെ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ്, അത് ലിഥിയം ബാറ്ററി യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസുകൾക്കെല്ലാം തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഫീച്ചർ ഉണ്ടാവും, സേഫ്റ്റി ഫീച്ചർ ഉണ്ടാവും. അതായത് ബാറ്ററി വോൾട്ടേജ് ഒരു പർട്ടിക്കുലർ ലെവലിലും താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ ബാറ്ററി ചാർജ് ചെയ്യാൻ സർക്യൂട്ട് സമ്മതിക്കില്ല. അത് ലിഥിയം ബാറ്ററിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ആ സർക്യൂട്ടാണ് മിക്കവാറും സമയത്ത് ഈ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നത്. കാരണം ബാറ്ററി വോൾട്ടേജ് സെൽഫ് ഡിസ്ചാർജ് ആയിട്ട് ഈ പറയുന്ന ഒരു ത്രെഷോൾഡ്, കട്ട് ഓഫ് വോൾട്ടേജ്, ഒരു വാല്യൂ ഉണ്ടാവും. അതിന് താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാറ്ററിക്കുള്ളിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടോ അല്ലെങ്കിൽ മെയിൻ ബോർഡിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടോ അത് ഡിറ്റക്റ്റ് ചെയ്യും. ഫർദർ കറണ്ട് ഡ്രോ ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഫർദർ പവർ കൺസംഷൻ ബാറ്ററി സൈഡിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചാർജിങ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സും അതങ്ങ് ഡിസേബിൾ ചെയ്യും. കാരണം ലിഥിയം ബാറ്ററി ഏറ്റവും കുറഞ്ഞ കണ്ടീഷനിൽ ചാർജ് ചെയ്യുന്ന അപകടമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. തുറക്കാൻ വളരെ എളുപ്പമാണ്. സൈഡിൽ ക്ലിപ്പാണ് ഉള്ളത്. പ്രത്യേകിച്ച് പശയൊന്നും വെച്ചിട്ടൊന്നുമില്ല, സ്ക്രൂവും ഇല്ല. സിമ്പിളായിട്ട് ക്ലിപ്പിങ് ഊരി നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലിപ്പ് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പിന്നെ അത് ഒട്ടിച്ച് വെക്കാനേ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇങ്ങനൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സാധാരണഗതിയിൽ മൊബൈൽ കടക്കാരൊന്നും റിപ്പയർ ചെയ്യാൻ എടുക്കത്തുമില്ല. അതിന് കാരണം നമുക്കിപ്പോൾ കാണാൻ കംപ്ലീറ്റ് SMD ആണ്. ആകെ ഒരു മെയിൻ ഒറ്റ ഒരു IC ഉണ്ട്. പിന്നെ കുറച്ച് സ്വിച്ചുകളും, നമുക്ക് ഒരു ആൻറ്റിന കാണാം, ഒരു LED കാണാം, മൈക്ക് കാണാം. അതിൻ്റെ നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് അടിയിലടുത്ത ബാറ്ററി അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ ടൈപ്പ് ബോർഡുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും കമ്പോണൻറ്റ്സ് നമുക്ക് റേറ്റ്ലി വാങ്ങിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുമാതിരിപ്പെട്ട ഇലക്ട്രോണിക് ഷോപ്പുകളൊന്നും ഈ സാധനം റിപ്പയർ ചെയ്യാൻ എടുക്കുകയില്ല. ഇവിടെ മൈക്രോ USB അങ്ങനെ ചാർജിങ് പോർട്ടൊക്കെ ആണെന്ന് ഒരു പരിധി വരെ കടക്കാർ മാറിത്തരും, ഈ മൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ. പക്ഷേ അല്ലാത്ത ഗതിയിൽ അവർ മാറിത്തരില്ല. കാരണം കമ്പോണൻറ്റ്സ് വാങ്ങിക്കാൻ കിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പം വൺസ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ വലിയ കാര്യം ശ്രദ്ധിക്കുകയൊന്നുമില്ല, നമ്മളതങ്ങ് ഇഗ്നോർ ചെയ്ത് പുതിയ വാങ്ങിക്കുകയാണ് പതിവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോളർ എന്ന് പറയുന്നത്, ബ്ലൂടൂത്ത് കൺട്രോളർ. പക്ഷേ ഇതൊരു സ്പെസിഫിക് നമ്പർ അല്ല, ഇതൊരു കസ്റ്റം നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റ ഷീറ്റൊന്നും കിട്ടിയില്ല. എന്ത് ചിപ്പാണ്, അതിൻ്റെ പ്രോഗ്രാം ഫങ്ഷൻസ് ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഈ ബോർഡിൽ കണ്ടില്ല. ബാറ്ററിക്കുള്ളിലുണ്ടാവും. സാധാരണ ഇതിൽ ലിഥിയം ബാറ്ററിക്കുള്ളിൽ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ബോർഡ് വരാറുണ്ട്. ചിലപ്പോൾ ഈ ICക്കുള്ളിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ബാക്കി ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ നമുക്ക് ബാറ്ററി വോൾട്ടേജ് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ബാറ്ററി പ്ലസ് ബാറ്ററി മൈനസ് ടാബ് ഉണ്ട്, ഒരു ടെസ്റ്റ് പോയിൻ്റ് ഉണ്ട്. നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ആ പോയിന്റിൽ കണക്ട് ചെയ്തിട്ട് നിലവിൽ ബാറ്ററി എത്ര വോൾട്ടേജ് ആണോ ഉള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു നോർമൽ മൾട്ടിമീറ്റർ എടുക്കുക. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടാബുകൾ ബാറ്ററിയുടെ കോൺടാക്ട്സിലോ
അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ടാബ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് ടച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മീറ്ററിൽ അത് റീഡ് ചെയ്യുന്നത് 0 ആണ്. അതായത് ബാറ്ററിയുടെ ചാർജ് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ബാറ്ററി ചാർജ് ഫുള്ളായി ഇറങ്ങിപ്പോയി നമുക്ക് പറയാൻ പറ്റില്ല. ബാറ്ററി ചാർജ് കുറഞ്ഞതുകൊണ്ട് ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആക്ടിവേറ്റ് ആയിട്ട് ബാറ്ററിയിൽ നിന്ന് ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നില്ല. അതാണ് കേസ്. ഇനി ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി വോൾട്ടേജ് ഫ്ലാറ്റായി മെയിൻ ബോർഡിൽ ഈ കാണുന്ന ബ്ലൂ കളർ ബോർഡിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ആക്ടിവേറ്റ് ആയിട്ട് ചാർജിങ് സ്റ്റോപ്പായിരിക്കുകയാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ബാറ്ററിയാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ ഇനി എത്ര പ്രാവശ്യം മൈക്രോ USB ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ചാർജ് ആവില്ല. കാരണം ബാറ്ററി വോൾട്ടേജ് 0-ൽ നിൽക്കുകയാണ്. ആ കേസിൽ ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ടോ അല്ലെങ്കിൽ മെയിൻ ബോർഡിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ടോ ആക്റ്റീവ് ആയിരിക്കും. ബാറ്ററി എത്ര ശ്രമിച്ചാലും ചാർജ് കയറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതുപോലെ വേറൊരു ലിഥിയം അയോൺ ബാറ്ററി എടുക്കുക. ഇതൊരു 3.7 വോൾട്ടിൻ്റെ സാധാരണ 18650 ബാറ്ററിയാണ്. ഇതിനുള്ളിലും പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എല്ലാം ഉള്ളതാണ്. ഒരു കാര്യം അത് ശ്രദ്ധിക്കുക, ഫുൾ ചാർജ് ആയിരിക്കണം ബാറ്ററി. 4.2 വോൾട്ടിലേക്കാണ് സാധാരണ ലിഥിയം ബാറ്ററി ചാർജ് ആവുന്നത്. അതുപോലെ തന്നെ ഫുൾ ചാർജ് ആക്കുക. 4.2 പ്രത്യേകം ചാർജറാണ്. ഒരിക്കലും മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ ബാറ്ററികൾ ചാർജ് ചെയ്യരുത്. അത് ബാറ്ററി കംപ്ലൈൻ്റ് ആവും. ബാറ്ററി കത്തിപ്പോവാനും ചാർജർ വരെ കത്തിപ്പോവാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതുപോലെ ഫുൾ ചാർജ് ഒരു ബാറ്ററി എടുത്തിട്ട് ഇപ്പോൾ 0 വോൾട്ട് കാണിച്ചല്ലോ ഈ ബാറ്ററി, അതിന് അക്രോസ് അതിൻ്റെ പോസിറ്റീവിലേക്ക് ഈ പുതിയ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, നെഗറ്റീവിലേക്ക് നെഗറ്റീവ് കണക്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം 0 വോൾട്ടുള്ളൊരു ബാറ്ററിയിലേക്ക് ഒരു ഫുള്ളി ചാർജ് ആയിട്ടുള്ള ഒരു ബാറ്ററി പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും ഈ ഫ്രഷ്ലി ചാർജ്ഡ് ബാറ്ററിയിൽ നിന്ന് 0 വോൾട്ടുള്ള ഈ ബാറ്ററിയിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ റെസിസ്റ്ററോ മറ്റോ ഉപയോഗിക്കുന്ന ഒരു പരിധിവരെ നല്ലതാണ്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ഈ 0 ചാർജുള്ള ബാറ്ററി വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചാർജ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ കണക്ട് ചെയ്യുകയാണ്. പ്ലസ് ടു പ്ലസും മൈനസ് ടു മൈനസും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഓരോ ബാറ്ററിയുടെയും കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഇത് ഒരു തവണ കൂടുതൽ ചെയ്യേണ്ടി വരും. ഒറ്റ തവണ ചെയ്തുകൊണ്ട് ബൂസ്റ്റ് ചാർജ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഏകദേശം കുറച്ച് സെക്കൻഡുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് കൂടുതൽ വെക്കരുത്. ഒരിക്കലും ഒരുപാട് നേരം പാരലൽ ഇത് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നല്ലപോലെ കറണ്ട് ഫ്ലോ ചെയ്യും. 0 വോൾട്ടുള്ള സെല്ലിലേക്ക് ഫുൾ ചാർജ് സെല്ലിൽ നിന്ന് നല്ലപോലെ കറണ്ട് ഫ്ലോ ചെയ്യും. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം മറ്റേ ബാറ്ററി പെട്ടെന്ന് ചൂടാവും. അതൊരു ഇൻഡിക്കേഷനാണ്, കറണ്ട് കൂടുതൽ എടുക്കുന്നു എന്നുള്ള ഇൻഡിക്കേഷനാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോഴും 0 കാണിക്കുന്നത്. അപ്പം പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഇതുവരെ ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബാറ്ററിയിലേക്ക് ഇതുവരെ ആവശ്യത്തിന് ചാർജ് കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. വീണ്ടും ഞാൻ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാൻ പോവാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും 5 വോൾട്ട് മൊബൈൽ ചാർജറിൽ നിന്ന് വരുന്ന 5 വോൾട്ട് ഡയറക്റ്റായിട്ട് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യരുത്. ഇതുപോലെ ലിഥിയം അയൺ ബാറ്ററി തന്നെ യൂസ് ചെയ്യുക. അതും ഒരുപാട് നേരത്തേക്ക് കണക്ട് ചെയ്യരുത്. വളരെ കുറച്ച് സമയം മാത്രം കണക്ട് ചെയ്യുക. കുറച്ച് സമയം കണക്ട് ചെയ്യുക, വീണ്ടും ചാർജ് ആയാൽ എടുക്കുക, വീണ്ടും അങ്ങനെ 2-3 തവണയായി ചെയ്യുക. നമുക്ക് വീണ്ടും ഒന്നുകൂടെ മെഷർ ചെയ്ത് നോക്കാം. 3.4 വോൾട്ട്. ഇപ്രാവശ്യം നമ്മുടെ 0 വോൾട്ട് ബാറ്ററിയിലേക്ക് നമ്മുടെ ഫുൾ ചാർജ് ആയ ബാറ്ററിയിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമ്മൾ ഈ മെയിൻ ബോർഡിലെ പ്രൊട്ടക്ഷൻ എല്ലാം ബൈപ്പാസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ബാറ്ററി എക്സ്റ്റേണലി ചാർജ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഒരിക്കൽ ഇങ്ങനെ ചാർജ് കയറിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഹെഡ്സെറ്റിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇൻറ്റേർണൽ ബാറ്ററി. നമുക്കിവിടെ കാണാം, ഞാൻ പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ പെയറിംഗ് മോഡ് ഓണായി, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഓണായി, എൻ്റെ പെയറിംഗ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ബാറ്ററീനെ ഇപ്പം മദർ ബോർഡിന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ബാറ്ററിയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചാർജിങ്ങോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു 5 വോൾട്ട് പവർ സപ്ലൈ നമുക്ക് ഈ ഹെഡ്സെറ്റ്, നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് ചാർജ് ചെയ്യില്ലേ ബാറ്ററി ചാർജ് തീരുമ്പം, അതുപോലെ കണക്ട് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇപ്പോൾ നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ USB കേബിൾ വെച്ച് നമുക്ക് വീണ്ടും ഒന്ന് ചാർജ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. ഒന്നുകൂടെ കണക്ട് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചാർജ് ചെയ്യുന്നുണ്ട്, ചാർജ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചാർജ് കയറാതിരുന്ന ബാറ്ററി വോൾട്ടേജ് 0 ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ബാറ്ററി ഉപയോഗിച്ച് 3.4 വോൾട്ടിലേക്ക് വരെ കൊണ്ടുവന്നു.
നോർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3.7 വോൾട്ടാണ്. പക്ഷേ നമുക്ക് അത്രയും നമ്മളൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി മാത്രമുള്ള ചാർജ് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് സാധാരണ പോലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ കാലം എടുക്കാതിരുന്നതിന് കേടായിപ്പോയ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ ബാറ്ററി നമുക്ക് റിവൈവ് ചെയ്യും. അങ്ങനെ റിവൈവ് ചെയ്തുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഇത് റിപ്പയർ, അല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നോർമലായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം. കാരണം നിങ്ങൾക്ക് ഹൈ കറണ്ടും ഈ പറഞ്ഞ ലിഥിയം ബാറ്ററിയുടെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.